എല്ലാവർക്കും നമസ്കാരം. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിന്റെ LCA തേജസ് ഡിവിഷനിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. 3 നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിരിക്കുന്നത്. നമ്മൾ 3 നോട്ടിഫിക്കേഷനും ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട്. സോ നമുക്ക് ഒരു നോട്ടിഫിക്കേഷനും വൺ ബൈ വൺ നോക്കാം. ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ ആണിത്. അതിൽ ഒന്നാമത്തെ പോസ്റ്റ് ഡിപ്ലോമ ടെക്നീഷ്യൻ ആണ്, മെക്കാനിക്കൽ ആണ്. ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഡിപ്ലോമ ടെക്നീഷ്യൻ സിവിൽ ആണ്, സിവിൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ആണ് അടുത്തത്. 10ാം ക്ലാസ്സും പ്ലസ് NDC ITI പ്ലസ് NAC ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത ടെക്നീഷ്യൻ ഇലക്ട്രോപ്ലേറ്റർ ആണ്, സെയിം ക്വാളിഫിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ടെക്നീഷ്യൻ ഫിറ്റർ സെയിം ക്വാളിഫിക്കേഷൻ ആണ്. ടെക്നീഷ്യൻ ഹീറ്റ് ട്രീറ്റ്മെന്റ് സെയിം ക്വാളിഫിക്കേഷൻ ആണ്. ടെക്നീഷ്യൻ മെഷീനിസ്റ്റ് സെയിം ക്വാളിഫിക്കേഷൻ ആണ്. ടെക്നീഷ്യൻ ടർണർ 10ാം ക്ലാസ്സും പ്ലസ് NDC അല്ലെങ്കിൽ ITI പ്ലസ് NAC ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ടെക്നീഷ്യൻ വെൽഡർ 10ാം ക്ലാസ് പ്ലസ് NDC പ്ലസ് ITI അല്ലെങ്കിൽ ITI അല്ലെങ്കിൽ പ്ലസ് NAC ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്ത നോട്ടിഫിക്കേഷനകത്ത് സെക്യൂരിറ്റി ഗാർഡാണ്, 24 വേക്കൻസി ഉണ്ട്. SSLC പ്ലസ് എഡ് സർവീസ്മെൻ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത ഫയർമാൻ ആണ്, 5 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എഡ് സർവീസ്മെൻ ആണ് ക്വാളിഫിക്കേഷൻ, എഡ് സർവീസ്മെൻ ആണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ SSLC പ്ലസ് എഡ് സർവീസ്മെൻ കോമ്പറ്റന്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്ത നോട്ടിഫിക്കേഷനിൽ ഡിപ്ലോമ ടെക്നീഷ്യൻ ഹെലികോപ്റ്റർ MRO 4ലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡിപ്ലോമ ടെക്നീഷ്യൻ ഇലക്ട്രോണിക്സ് ആണ് അടുത്ത പോസ്റ്റ്. ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഹെലികോപ്റ്റർ MRO 5ലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഡിപ്ലോമ ടെക്നീഷ്യൻ മെക്കാനിക്കൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. MRO ഹെലികോപ്റ്റർ 10ലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ ആണ്. ഫുൾ ടൈം NDC ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്ലസ് NAC സർട്ടിഫിക്കറ്റും ചോദിക്കുന്നുണ്ട്. ഹെലികോപ്റ്റർ MRO 3ലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അടുത്ത ടെക്നീഷ്യൻ ഫിറ്റർ ആണ്. 10ാം ക്ലാസ്സും പ്ലസ് NDC അല്ലെങ്കിൽ NDC പ്ലസ് NAC ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഹെലികോപ്റ്റർ MRO 12ലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് ഡിപ്ലോമ ആണെങ്കിൽ സ്കെയിൽ 6 ആണ് പറഞ്ഞിരിക്കുന്നത്. ടെക്നീഷ്യൻ ആണെങ്കിൽ സ്കെയിൽ 5 ആണ്. ഡിപ്ലോമയിലേക്ക് 23,000 ബേസിക് സാലറി, ഡിയർനെസ് അലവൻസ് ഉണ്ട്, ഹൗസ് റെന്റ് അലവൻസ് ഉണ്ട്. അഡീഷണൽ ആയിട്ട് 25% ബേസിക് പേയുടെ അലവൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. 1,500 രൂപ മെഡിക്കൽ എക്സ്പെൻസ് ആയിട്ടും ഡിപ്ലോമ ടെക്നീഷ്യൻ ലഭിക്കുന്നതാണ്. ടെക്നീഷ്യനിലേക്ക് 22,000 ബേസിക് സാലറി, കൂടാതെ ഡിയർനെസ് അലവൻസ് ഉണ്ട്, ഹൗസ് റെന്റ് അലവൻസ് ഉണ്ട്. 25% ബേസിക്കിൻ്റെ അലവൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. 1,500 രൂപ മെഡിക്കൽ എക്സ്പെൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 28 വയസ്സ് വരെയാണ്. SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തിലും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തിലും ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 25 ഫെബ്രുവരി 2026 വരെ നമുക്ക് ഈ റിക്രൂട്ട്മെന്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. 3 നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കിയതിനു ശേഷം അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. 25 ഫെബ്രുവരി 2026 ലാസ്റ്റ് ഡേറ്റ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്